എന്താണ് ചാത്തൻ, എന്താണ് ചാത്തൻ സേവ? ഇതറിയണം. ചാത്തൻ സേവ നമുക്ക് ഗുണകരമാണ്. എങ്ങനെയുള്ള ചാത്തൻ സേവയാണ് ഗുണകരം? ഇപ്പോൾ കാണുന്ന അന്ധവിശ്വാസമല്ല ചാത്തൻ സേവ. ശിവൻ്റെയും പാർവതിയുടെയും ഈ മണ്ണിൻ്റെയും ജലത്തിൻ്റെയും വൈഭവമായി ഉയരുന്ന, അതായത് വൈഷ്ണവ ശക്തിയുടെ, വിഷ്ണുവിൻ്റെ മായാമോഹിനി ഭാവമായിരിക്കുന്ന അഥവാ പുരുഷഭാവത്തിലുള്ള വൃക്ഷലോകത്തിൻ്റെ സ്ത്രീഭാവമായിരിക്കുന്ന ചെറിയ സസ്യങ്ങളിൽ നിന്നും ജനിക്കുന്ന ചരിക്കുന്ന തലകളുള്ള ജീവലോകമാണ് 400ഓളം ചാത്തന്മാർ. ഉറുമ്പിന് ഉറുമ്പിൻ്റേതായിട്ടുള്ള ശാസ്ത്രമുണ്ട്, ആനയ്ക്ക് ആനയുടേതായിട്ടുള്ള ശാസ്ത്രമുണ്ട്. ഇവരുടെ എല്ലാം ആത്മവൈഭവത്തെ, അറിവിനെ നമ്മൾ മനുഷ്യർ സേവനമായിട്ട് നമ്മൾ ജീവിതത്തിൽ ഉപയോഗിക്കുന്നു. ശിവത്വമുള്ള ഈ ഭൂമിയിലെ ഭൂതഗണങ്ങളുടെ ജ്ഞാനത്തെയും നമ്മൾ എന്തിനു വേണ്ടിയിട്ട്, നമ്മളുടെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സേവയായിട്ട് ഉപയോഗിക്കുന്നു. ഉറുമ്പുകളെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഉറുമ്പുകൾക്ക് ചാത്തൻ എന്ന് പേരുണ്ട്, ചാത്തൻ ഉറുമ്പ്. നായകളും ചാത്തന്മാരിൽ പെടുന്നതാണ്. ചാത്തു എന്നൊക്കെയാണ് പണ്ട് നായയ്ക്ക് പേരിടുന്നത്. കുരങ്ങ് ഇതുപോലെ ചാത്തന്മാരിലുള്ള ഒരാളാണ്. പശു, ആട്, ഇതെല്ലാം ആരാണ്? ചാത്തന്മാരാണ്. 400-ൽ 10 കുറയുമെന്ന് പറയും ചാത്തന്മാർ, നമ്മൾ സേവയ്ക്കായിട്ട് എടുക്കുന്നവർ. കോഴിയും താറാവും തൊട്ട് തുടങ്ങിയാൽ പന്നി വരെയുള്ള ജീവലോകത്തിൻ്റെ ആ സേവ നമ്മൾ പ്രയോജനപ്പെടുത്താറുണ്ട്. ശൈവശക്തിയുടെ വാമഭാഗമായിരിക്കുന്ന പാർവതിയുടെ അവതാരമായിരിക്കുന്ന ശ്രീഭാവമായിരിക്കുന്ന ആ കൂളിവാകയിൽ നിന്നും കരിനീലയിൽ നിന്നും ജനിക്കുന്ന 400 ചാത്തന്മാരിൽ, അതായത് 400 ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ചരിക്കുന്ന ജീവലോകത്തിൽ നിന്നും 10നെ മാറ്റിയിട്ട് 390 പേരുടെയും സേവനം നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇതാണ് ശരിക്കും ചാത്തൻ സേവ. അതിൽ പോത്ത് വരെ വരും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ചാത്തൻകാവുകളിൽ പോയിട്ട് സ്വന്തം കുടുംബവും കുടുംബിനികളെയും വിറ്റ് ജീവിക്കുന്നവർ ഇത് ഒന്ന് അറിയുന്നത് നന്നായിരിക്കും. എന്താണ് ചാത്തൻ, എന്താണ് ചാത്തൻ സേവ എന്ന്, ആരാണ് ശിവനെന്നും ആരാണ് പാർവതിയെന്നും ആരാണ് കൂളിവാകയെന്നും ആരാണ് കരിനീലിയെന്നും എന്താണ് വിഷ്ണു എന്നും അറിയണം. അപ്പോഴാണ് ആരാണ് ചാത്തൻ എന്ന് മനസ്സിലാവുകയുള്ളൂ. ഈ മുഴുവൻ ചാത്തന്മാരെയും നിയന്ത്രിക്കുന്ന വൈഷ്ണവ ശക്തിയുടെ ഏറ്റവും വലിയ അവതാരമായി വിഷ്ണുമായയിൽ നിന്ന് ജനിക്കുന്ന പൊന്നുണ്ണി ചാത്തൻ എന്ന് പറയുന്നത് ആരാണെന്നറിയോ? അത് മനുഷ്യനാണ്. മുഴുവൻ ചാത്തന്മാരെയും നിയന്ത്രിക്കുന്ന ആ പൊന്നുണ്ണി ചാത്തനാണ് ശ്രീധർമ്മശാസ്ത്രത്തെ സൃഷ്ടിക്കുന്ന മനുഷ്യൻ. അതും നമ്മൾ അറിയണം. അപ്പോൾ അന്ധവിശ്വാസത്തോട് ഗുഡ് ബൈ പറയാൻ സമയമായിരിക്കുന്നു. അപ്പോൾ ഒന്ന് അറിയാനായിട്ട് ശ്രമിക്കുക. ശാസ്ത്രത്തിൽ വിശ്വസിക്കൂ, അന്ധവിശ്വാസത്തെ കൈവിടൂ. നമ്മളേതെങ്കിലും മന്ത്രവാദിയുടെ കരുത്ത് കൊണ്ടല്ല, കൈക്കരുത്ത് കൊണ്ടല്ല, മെയ്ക്കരുത്ത് കൊണ്ടല്ല നമ്മളുടെ ജീവിതം കരിപ്പിടിപ്പിക്കേണ്ടത്. നമ്മളുടെ അധ്വാനം കൊണ്ടാണ്. അധ്വാനിച്ച് ജീവിക്കുക.